ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു യാത്രയിലാണ്, ഒരു ചെറിയ ഒരു ട്രിപ്പ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ എറണാകുളത്തിലാണ്. ഇന്ന് നമ്മൾ കാലിക്കറ്റ് പോവുകയാണ്, അവിടെ നിന്ന് വയനാട്, അങ്ങനെ ഒരു ചെറിയ ട്രിപ്പ്. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അൽഹംദുലില്ലാഹ് വഴിയെ കാണാം, വിശേഷങ്ങളുമായി. ഓക്കെ, അപ്പോൾ നന്ദിയുടെ കാട്ടും നമ്മളിപ്പോൾ പൊന്നാനിയുടെ ഭാഗത്താണ്, ഡ്രൈവിങ്ങിലാണ്. കടലെല്ലാം അപ്പുറത്ത് കാട്ടിക്കോ. നമ്മളൊരു ചെറിയ സ്റ്റോപ്പ് ചെയ്തതാണ്. ഈ സ്ഥലം കണ്ടാൽ അറിയാമല്ലോ ഇപ്പോൾ എല്ലാവർക്കും എവിടെയാണെന്ന്. അടിപൊളി ഈ കടയിൽ നിന്നാണ് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. നല്ല സൂപ്പർ മീനും കറിയും ചോറും നല്ല ഡജ്ജുമായിരുന്നു. ഞാൻ മോൾക്ക് ഇതുവരെ മൂഡ് വന്നിട്ടില്ല, കാരണം ഭയങ്കര യാത്രയിലായിരുന്നു, ഭയങ്കര ചിന്തകളാണ്. അങ്ങനെ നമ്മൾ കാലിക്കറ്റിലെത്തി. രാത്രി കാഴ്ചകളാണ് അറിയില്ല. നമ്മൾ എറണാകുളത്തെത്തിയപ്പോഴും മഴ കൊണ്ടുവന്നു. ഇപ്പം കോഴിക്കോടിലും വന്നപ്പോൾ കോഴിക്കോടിലും മഴയുടെ ഒരു അന്തരീക്ഷം വന്നിട്ടുണ്ട്. ഇത് അടിവാരം എന്താ പറയുന്ന വയനാട്ടിലുള്ള ഒരു ഹോട്ടലാണ്, ഒരു ഹോംലി ഫുഡ്. അപ്പോൾ അവിടെ നിന്നാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ബീഫ് നല്ല സംഭവമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട് എത്തിയിട്ടില്ല. അത് അല്പം അകത്തോട്ടായിട്ടാണ്. അങ്ങനെ ഫൈനലി നമ്മൾ വയനാട് റിസോർട്ടിലെത്തി. മൗണ്ടൻ വ്യൂ റിസോർട്ടിലെത്തി. മൗണ്ടൻ്റെ അറ്റത്താണ്. നമുക്ക് റൂം കാണാം. ടണേ, എല്ലാവരും വന്ന ഉടനെ ഇവിടെ താമസിക്കാൻ വേറെ ആരുമില്ല, വേറെ ഗസ്റ്റൊന്നുമില്ല. ഫാമിലിയുമായി വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ അടിപൊളി റിസോർട്ടാണ്. മൗണ്ടൻ വൈബ്സ്. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആയാലും പൂളായാലും പ്രൈവറ്റ് പൂളൊന്നുമല്ല, കോമൺ പൂളാണ്. എന്നാലും ഫാമിലിയുമായിട്ട് അടിപൊളിയായിട്ട് നിൽക്കാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ചുറ്റിനും അടിപൊളി കാഴ്ചകളാണ്. അതിരാവിലെ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല അടിപൊളി വ്യൂസ്. ചുറ്റിനും നല്ല ആൾക്കാരാണ്. അത് അവിടുത്തെ ഒരു ചേച്ചീനെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. തൊട്ടപ്പുറത്തെ വീടായിരുന്നു അവരുടേത്. അവർ നല്ല സ്വീകരണങ്ങളൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി ആംബിയൻസും ആയിട്ട് നിങ്ങൾക്ക് അടിപൊളി ഹാങ് ഔട്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും അവരുടെ ഈ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിന്ന് വയനാട്ടിൽ തിരിച്ചിറങ്ങാൻ പോവാണ്. അപ്പോൾ ഏതായാലും ഒരു വണ്ടർലാൻഡ് കണ്ടിട്ട് നമുക്ക് തിരിച്ച് യാത്ര തുടങ്ങാം. വണ്ടർലാൻഡിൻ്റെ എൻട്രിയാണിത്. ഒരു തുരങ്കം ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ സെറ്റ് ചെയ്തതാണ് ഇവര്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെയാണ് ഈ വണ്ടർലാൻഡ്. അവിടെ ഈ ബേർഡ്സിനൊക്കെ തീറ്റ കൊടുക്കുന്നൊക്കെ പരിപാടിയാണ്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എൻജോയ്മെൻറ്റ് കിട്ടി. നമ്മുടെ പിള്ളേരും അടിപൊളി ഹാപ്പി ആയിരുന്നു. തൊട്ട് ബാക്കിൽ അവൾ പറയുക ഞാനിത് തുറക്കില്ല, കാരണം തുറന്നാൽ സംഭവം പണി വാളും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവളും തീറ്റയൊക്കെ കൊടുത്തു. കൊച്ചുങ്ങളും നല്ല അടിപൊളിയായി എൻജോയ് ചെയ്തു.
നിങ്ങളും ട്രൈ ചെയ്യുക. ഇതുപോലത്തെ പ്രകൃതിയുമായിട്ട് സംസാരിക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്കൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റാനും പറ്റുന്ന ഒരു അവസരം ഒരു കാരണവശാലും മിസ്സാക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അവിടെ നിന്ന് വീഡിയോ കോൾ വിളിച്ച് നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെറുപ്പിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് പോയി. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഇഗ്വാന, പിന്നെ പഞ്ചവർണ്ണ മെക്കാവ് ഇതുമായിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുമുള്ള ഭാഗ്യം നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി. ഇത് ഇങ്ങനെ എടുക്കണമെങ്കിൽ ആദ്യം ഇങ്ങനെ എടുക്കണം. കടിച്ചോട്ടെ അങ്ങനെ എടുത്തിട്ടില്ലേ അട്ടി വെച്ച് മറ്റേ കിട്ടി. ഇത് നമുക്കന്ന് സിൽവാസ കാട്ടിൽ നിന്ന് ഒരെണ്ണം കിട്ടിയില്ലായിരുന്നു ഫോട്ടോ എടുക്കുക. അതിൻ്റെ വലിയ ഒരെണ്ണമാണ്. ഒരുപാട് ദിവസം ആഗ്രഹമായിരുന്നു ഞാൻ കാണണമെന്ന്. തൊടല്ലേ ഇത് നമ്മുടെ ഈ കാർപ്പറ്റ് മാതിരി ഒറിജിനൽ പടക്കേണ്ട ഒരു കുതിർത്തുന്നാണ് എന്താ പറയാ. നമ്മൾ ഒരുപാട് തവണ കുടിക്കുന്ന കോഫി. ഇതാണ് കോഫിയുടെ തോട്ടമാണ് ഈ കാണുന്നത്. ആക്ച്വലി നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണുന്ന റീൽസൊക്കെ കാണുന്ന പോലെയൊന്നും അല്ല കഥയുള്ളത്. അപ്പോൾ അതും റീൽസും കണ്ട് റീൽസും പ്രതീക്ഷിച്ചാലും വന്നേക്കരുത്. ബാക്കി സംഭവമൊക്കെ സെറ്റപ്പാണ്. നല്ല കാഴ്ചകളൊക്കെയാണ് വയനാടിൽ നിൽക്കാനുള്ള റിസോർട്ട്. ഞങ്ങൾ നിന്ന റിസോർട്ടിൻ്റെ നമ്പരും കാര്യങ്ങളും പേരും ഒക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സ് വന്ന് ചെക്കൗട്ട് ചെയ്യുക. അഡ്വഞ്ചറിനായി നമ്മുടെ ഉമ്മു റെഡിയാവുകയാണ്. വെരി ഗുഡ്. അങ്ങനെ ഉമ്മു റെഡിയാണ്. ഉമ്മു ഉമ്മു ഇസ് ഗ്രേറ്റ്. ഉമ്മു നല്ല സക്സസ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പോവാണ്. യെസ്, എൻജോയ്. ഇതൊക്കെ കാണാൻ ഒത്തിരി പേര് ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ട്. അടിപൊളിയാണ് സംഭവം. വയനാട്ടിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും മിസ്സാക്കരുത്. ഫാമിലിയായിട്ട് വരിക, കഴിയുന്നത് ഫാമിലിയായിട്ട് വരിക. ഇതിൻ്റെ പല റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് അത്യാവശ്യം കാണാൻ അടിപൊളിയാണ്. പിന്നെ ഈ സിപ്പ് ലൈൻ കൊച്ചുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ചെറിയ പ്രൈസേ ഉള്ളൂ. ഇതിന് എനിക്ക് തോന്നുന്നു 200 രൂപ എന്തെങ്ങാണ്ടാണ് അവർ മേടിച്ചത്. അപ്പോൾ ഉമ്മ നല്ലോണം ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് മ്യൂട്ടാക്കി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ പണി കിട്ടിയാലോ എന്നുള്ള ചെറിയ സംശയം ഉള്ളത് കൊണ്ടാണ് ഞാനിത് മ്യൂട്ടാക്കി വെച്ചേക്കുന്നത്. ബാക്കി നമ്മുടെ ഇത്തയുടെ മോളും ഉണ്ടായിരുന്നു. ഇത്തയുടെ മോളും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്.